കഴിഞ്ഞ ദിവസം വരെ, കൃത്യമായി പറഞ്ഞാൽ 2025 സെപ്റ്റംബർ 5, അഞ്ജന കൃഷ്ണ എന്ന IPS ഉദ്യോഗസ്ഥയെ അധികമാരും അറിയില്ലായിരുന്നു. മലയാളി IPS ഉദ്യോഗസ്ഥ എന്നായിരുന്നു വാർത്തകളിൽ. മഹാരാഷ്ട്രയിൽ ഖനന മാഫിയെ വിറപ്പിച്ച, അതിന്റെ പേരിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് പാത്രമായ മലയാളി IPS ഉദ്യോഗസ്ഥ അഞ്ജന കൃഷ്ണ. നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കൂ എന്ന് തന്റെ ഇടത്തോടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനോട് പറഞ്ഞ അഞ്ജന കൃഷ്ണയെക്കുറിച്ചുള്ള സെർച്ചുകളായിരുന്നു ഇന്നലെ മുതൽ ഗൂഗിളിൽ. അങ്ങനെ ഒടുവിൽ കണ്ടെത്തി, അഞ്ജന തിരുവനന്തപുരത്തുകാരിയാണ്. ബിസിനസ്സുകാരനായ പിതാവിന്റെയും വഞ്ചിയൂർ കോടതി ജീവനക്കാരിയായ അമ്മയുടെയും മകൾ. 2 വർഷമായി ഇന്ത്യൻ പോലീസ് സേനയിൽ മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ കർമ്മല DSP ആയി സേവനമനുഷ്ഠിക്കുന്നു. 2022-23 ബാച്ചിൽ IPS ഉദ്യോഗസ്ഥയായി സർവീസിൽ കയറിയതാണ് അഞ്ജന കൃഷ്ണ. സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 355-ാം റാങ്കുകാരിയായിരുന്നു അഞ്ജന. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു മികച്ച പോലീസുകാരി എന്ന ലേബലിൽ സൽപ്പേര് നേടാൻ അഞ്ജനയ്ക്ക് കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, സത്യസന്ധത, ജോലിയോടുള്ള പാഷനും ആത്മാർത്ഥതയും ഉത്സാഹവും, ഒപ്പം അതിവേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള ഗ്രഹണ വൈദഗ്ധ്യവും സൂക്ഷ്മ ബുദ്ധിയും. ഇതൊക്കെ കൊണ്ടുതന്നെ തന്റെ കർമ്മമേഖലയിൽ അഞ്ജന 2 വർഷത്തിനകം തന്നെ മികച്ച ഉദ്യോഗസ്ഥയായി പേരെടുത്തു. മാധ്യമ പ്രവർത്തനത്തിൽ തൽപരയായ, സിവിൽ സർവീസിന് മുൻപ് കുറഞ്ഞകാലം മാധ്യമപ്രവർത്തകയായി ജോലി ചെയ്ത അഞ്ജന തന്റെ പഠനകാലയളവിൽ കുറഞ്ഞകാലം ഒരു പ്രമുഖ മലയാളം പത്രത്തിന്റെ ഇന്റേൺഷിപ്പ് ട്രെയിനി റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സിവിൽ സർവീസിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അഞ്ജന എത്തുന്നത്. അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ അഞ്ജനയെ ഇന്ത്യ ശ്രദ്ധിച്ചത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറുമായുണ്ടായ ആശയ സംഘട്ടനത്തെ തുടർന്നാണ്. ഭൂഖനന മാഫിയെ പിടിച്ചുകെട്ടാൻ പോയതിന് അജിത് പവാർ അഞ്ജനയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് മുതലാണ് സംഭവങ്ങളുടെ തുടക്കം. അഞ്ജനയെ പവാർ ഫോണിൽ വിളിച്ച് കയർക്കുന്നതിന്റെയും ആളെ അറിയാതിരുന്ന അഞ്ജന, നിങ്ങൾ ആരായാലും എന്റെ ഫോണിൽ നേരിട്ട് വിളിക്കൂ എന്ന് തന്റെ ഇടത്തോടെ മറുപടി പറയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വൈറൽ വീഡിയോ വിവാദമായതോടെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷവും വിഷയം ഏറ്റെടുത്തു. സ്വാഭാവികമായും സംഭവം രാഷ്ട്രീയമായി. കൈവിട്ടുപോയെന്ന് മനസ്സിലായതോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ശ്രമിച്ചത് എന്ന വിശദീകരണവുമായി അജിത് പവാറും രംഗത്തെത്തി. ഒപ്പം അജിത് ജി തങ്ങളോടെല്ലാം സാധാരണ സംസാരിക്കുന്ന ശൈലിയാണ് അതെന്ന് പറഞ്ഞ് ന്യായീകരണവുമായി NCP പാർട്ടിയും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തന്നെ തിരികൊളുത്തിരിക്കുകയാണ് മലയാളിയായ ഒരു IPS ഉദ്യോഗസ്ഥയുടെ തന്റെ ഇടം. സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയതായിരുന്നു മഹാരാഷ്ട്രയിലെ കർമ്മലിയിൽ DSP ആയ VS അഞ്ജന കൃഷ്ണ. ഈ സമയം പോലീസ് നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ അഞ്ജനയെ ഫോണിൽ വിളിക്കുന്നത്. ഒരു NCP പ്രവർത്തകനെ ഫോണിൽ വിളിച്ചായിരുന്നു സംഭാഷണം. ഉടൻ തന്നെ നടപടികൾ നിർത്തിവെക്കണമെന്നും പവാർ DSP അഞ്ജനയോട് ആവശ്യപ്പെട്ടു. ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത് എന്നും നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആദ്യം ഫോണിലൂടെ പറഞ്ഞത്. എന്നാൽ അഞ്ജനയ്ക്ക് അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കൂ എന്നായിരുന്നു അഞ്ജനയുടെ മറുപടി. ഈഗോ മുറിവേറ്റ അജിത് പവാർ ഇതോടെ കുപിതനായി. അടുത്ത ഭീഷണി, നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന്. പിന്നീട് പവാറിൽ നിന്ന് വന്നത് ഒരു ജനപ്രതിനിധി, പൊതുപ്രവർത്തകൻ ഒരിക്കലും ഒരാളോട് സംസാരിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സംസാരമായിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണണമല്ലേ? നിങ്ങളുടെ നമ്പർ തരൂ, അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ വിളിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എന്റെ മുഖം മനസ്സിലാകും. അത്രയ്ക്കൊക്കെ ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ അജിത് പവാർ ഫോണിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. താനൊരു ജനപ്രതിനിധിയാണെന്നും അതിനുമപ്പുറം ഒരു ഉപമുഖ്യമന്ത്രിയാണ് എന്നും എല്ലാം മറന്ന് ഈഗോ മുറിവേറ്റ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാകുകയായിരുന്നു അവിടെ പവാർ. പിന്നാലെ വീഡിയോ കോളിൽ വിളിച്ചും പവാർ നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ താൻ സ്ഥിതിഗതികൾ ശാന്തമാക്കുകയാണ് ചെയ്തതെന്നാണ് പവാർ ഇതേക്കുറിച്ച് പറയുന്നത്. പോലീസിനെ തടസ്സപ്പെടുത്തുകയായിരുന്നില്ല തന്റെ ഉദ്ദേശമെന്നും സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാകാതിരിക്കാനുമാണ് ഇടപെട്ടത് എന്നും പറഞ്ഞ പവാറിന്റെ അടുത്ത വാക്കുകൾ, പോലീസ് സേനയോടും വനിതകളടക്കമുള്ള അതിലെ ഉദ്യോഗസ്ഥരോടും വലിയ ബഹുമാനമുള്ളയാളാണ് താനെന്നായിരുന്നു. NCP MP സുനിൽ താക്കറെയുടെ ന്യായീകരണം കുറെ കൂടി രസകരമാണ്. പാർട്ടി പ്രവർത്തകരെ ശാന്തമാക്കാൻ ഉദ്യോഗസ്ഥയോട് അല്പം ദേഷ്യത്തിൽ സംസാരിക്കുക മാത്രമാണ് പവാർ ചെയ്തത് എന്നാണ് താക്കറയുടെ ന്യായം. എന്നാലും അതൊരു വല്ലാത്ത ശാന്തമാക്കലായി പോയി. പവാറിന്റെ സാധാരണ രീതിയിലുള്ള സംസാരം മാത്രമാണ് അതെന്നാണ് റവന്യൂ മന്ത്രിയും BJP നേതാവുമായ ചന്ദ്രശേഖർ ഭവാൻകുളെ പവാറിനെ ന്യായീകരിച്ചത്.
ഇതേ സ്വരത്തിലാണ് അദ്ദേഹം തങ്ങളോടും സംസാരിക്കാറുള്ളത് എന്ന് ചന്ദ്രശേഖർ ഭാവൻകുളെ അല്പം കൂടി കടന്ന് ന്യായീകരിക്കുന്നു. അതിനിടെ ഈ വീഡിയോ എല്ലാം വൈറലായതിന് പിന്നാലെ അഞ്ജന കൃഷ്ണയുടെ UPSC വഴിയുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദ്യങ്ങളുമായി NCP അജിത് പവാർ വിഭാഗം നേതാവ് അമോൽ മിത്കാരി രംഗത്തെത്തി. അഞ്ജന കൃഷ്ണയുടെ വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകൾ എന്നിവയുടെ സൂക്ഷ്മ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് UPSC സെക്രട്ടറിക്ക് അമോൽ മിത്കാരി കത്തയച്ചു. അഞ്ജന കൃഷ്ണയുടെ UPSC തെരഞ്ഞെടുപ്പിൽ സംശയങ്ങളുണ്ട്. ആഴത്തിലുള്ള അന്വേഷണം നടത്തി വസ്തുതകൾ കമ്മീഷൻ പരിശോധിക്കണമെന്നാണ് അമോൽ മിത്കാരി പറഞ്ഞിരിക്കുന്നത്. വ്യാജരേഖകൾ നേടിയ വിവാദ മുൻ IAS ട്രെയിനി ഓഫീസർ പൂജ ഖേത്കറുമായാണ് മലയാളി കൂടിയായ അഞ്ജനയെ മിത്കാരി താരതമ്യം ചെയ്തത്. UPSC അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയാണ് അഞ്ജന കൃഷ്ണ. പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലും തിരുവനന്തപുരം NSS വനിതാ കോളേജിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസം. കണക്കിൽ ബിരുദധാരിയാണ് അഞ്ജന. ബിരുദ പഠനം കഴിഞ്ഞതോടെ IPS എന്ന സ്വപ്നം ഉള്ളിൽ നിറച്ച് അഞ്ജന ശ്രമം ആരംഭിച്ചു. അങ്ങനെ 4ാമത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് എന്ന വെള്ളി വെളിച്ചത്തിലേക്ക് അഞ്ജന നടന്നെത്തി. 2022-23 വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 355ാം റാങ്കുകാരിയായി സർവീസിലേക്ക്. പോലീസ് ഓഫീസറാകണമെന്ന ആഗ്രഹം നേടിയെടുക്കാൻ 4 തവണയാണ് അഞ്ജന സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. 3 പ്രാവശ്യവും പരീക്ഷയുടെ പ്രാഥമിക ഘട്ടം കടക്കാനാവാതെ പരാജയപ്പെട്ടപ്പോൾ പതറിയില്ല. 4ാമത് നേരിട്ടു. അപ്പോഴാണ് ഫലം 355ാം റാങ്ക്. സദേൺ റെയിൽവേയിൽ സീനിയർ ക്ലാർക്കായി ജോലി ലഭിച്ചതിന് പിന്നാലെയാണ് സിവിൽ സർവീസും ലഭിച്ചത്.